ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, നമ്മുടെ മോണിറ്റൈസേഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടും പിന്നെ യൂട്യൂബിലെ തുടക്കക്കാർക്ക് ഈ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ആൽബിൻ, വീട് തൃശ്ശൂരാണ്. ഓക്കെ, നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. യെസ്, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിൻ്റെ YT സ്റ്റുഡിയോൻ്റെ ആപ്പിൽ ഫ്രണ്ട് പേജിൽ വാച്ച് അവർ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വാച്ച് അവർ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ പേജിൽ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നിങ്ങൾ അപ്ഡേഷൻ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേഷൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്ഡേറ്റ് ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി എടുത്ത് നോക്കാം. എന്നിട്ട് മോണിറ്റൈസേഷൻ പേജിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കാം. എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ആണ് റീച്ച് ആയിട്ടുള്ളതെന്ന് വിചാരിക്കുക. ആ വീഡിയോൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ട് ഒരു 2 days ഗ്യാപ്പ് വരും. 2 days ആണെന്ന് തോന്നുന്നു. 2 days ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് മോണിറ്റൈസേഷൻ പേജിൽ കാണിക്കാനായിട്ട് മാറ്റം വരും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇതിൽ കാണിക്കുന്ന ഫ്രണ്ട് പേജിൽ കാണിക്കുന്ന കറക്റ്റ് വാച്ച് അവർ ആയിരിക്കില്ല നമ്മുടെ മോണിറ്റൈസേഷൻ പേജിൽ കാണിക്കുക. അത് രണ്ടും മാറ്റം ഉണ്ടാവും. യെസ്, ഇപ്പോൾ വാച്ച് അവർ എന്തുകൊണ്ടാണ് വരാത്തതെന്നും എങ്ങനെയാണ് വരാമെന്നുള്ള ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സ് 1 million അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പാസ്സാവും എന്നായിരുന്നു ഒരു ചോദ്യം. ആ സംശയത്തിനുള്ള ഉത്തരം ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ വീഡിയോയിൽ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മോണിറ്റൈസേഷൻ നടക്കണമെങ്കിൽ യൂട്യൂബിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഷോർട്സിനാണെങ്കിൽ 10 million അല്ലെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിൽ 4000 വാച്ച് അവർ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം മോണിറ്റൈസേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത് ഇവിടെ ടാഗ് ചെയ്ത് മെൻഷനാക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ വീഡിയോ 2 അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ആൾ ചോദിച്ചത്. കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിടുന്ന വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ വീഡിയോ 2 സ്ഥലത്ത് ഇടുമ്പോൾ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ എൻ്റെ വീട് തൃശ്ശൂരാണ്. ഇവിടെ എനിക്ക് ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതേ ഫോൺ തന്നെ കോഴിക്കോട് ഒരു സ്ഥലത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ആൾക്കാർ അവരവർക്ക് എളുപ്പമുള്ള സ്ഥലം എവിടെയാണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണോ അവിടെ പോയി എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലായി, നമ്മുടെ വീഡിയോ ഡൈവേർട്ട് ചെയ്ത് വ്യൂസ് 2ലേക്കും പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഒരേ സ്ഥലത്ത് ഒരു വീഡിയോ ഒരു അക്കൗണ്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടേതായ ഓൺ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസും മാറ്റുന്നുണ്ട്. ഇപ്പോൾ 2 വീഡിയോ ഇടണതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വീഡിയോ റീച്ച് ഡൈവേർട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഒരു അക്കൗണ്ടിൽ ഇടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആ അക്കൗണ്ടിൽ മാത്രം ഇടാൻ ശ്രമിക്കുക. കാരണം വേറെ അക്കൗണ്ട് നിങ്ങളുടെ തന്നെ വീഡിയോ ആണെങ്കിലും നിങ്ങളുടെ തന്നെ അക്കൗണ്ട് ആണെങ്കിലും ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയാൽ തന്നെ ഡൈവേർഷൻ ആയി പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇതിനെ വിട്ട് സംശയങ്ങൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.